ചെയ്യുമ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ അവസാനമാണ്. പാടില്ല. സമൂഹത്തിൽ വരുന്നവർക്കൊക്കെയും മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, വായനയുടെ താല്പര്യമില്ലാത്തവർ പോലും വീടുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യണം. എന്തിനാണത്? തന്റെ മക്കൾ, തന്റെ കുടുംബക്കാർ, തന്റെ വീട്ടിൽ വന്നു പോകുന്നവർ അതൊക്കെയും അലമാരകളിൽ സൂക്ഷിക്കുന്ന പുസ്തകം കാണുമ്പോൾ വായനയുടെ സങ്കേതത്തെ തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒന്ന് മുളപൊട്ടും. ആ മുളയിൽ സമൂഹത്തിന് പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് വായന. അൺകണ്ടീഷണൽ റീഡിംഗ് എന്ന് പറയുന്ന സംഭവത്തെയാണ് ഖുർആനും മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെയും പ്രോത്സാഹിപ്പിച്ചത്. ആ വായനയെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ പൈതൃകം തുടങ്ങിയത്. അതുകൊണ്ട് അതിന്റെ കൂട്ടായ്മക്ക്, അതിന്റെ വിജയത്തിന് എല്ലാവരുടെയും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് സത്യത്തിൽ ഇത്തരം പരിപാടികൾക്ക് വരില്ലെന്ന് ശഠിച്ചതാണ്. പക്ഷേ പൈതൃകത്തിന്റെ വ്യത്യസ്തമായൊരു മുഖം, അത് സത്യസന്ധമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന്റെ ക്ഷണം ഞങ്ങൾ ഒപ്പിച്ചെടുത്തത്. മതമൈത്രിയുടെയും സൗഹാർദ്ദത്തിന്റെയും ഒരു പ്രഭാഷകൻ കേരളത്തിന് പകരം വെക്കാനില്ല. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. കേരളത്തിന് അദ്ദേഹത്തിന്റെ ശബ്ദവും സാന്നിധ്യവും അനിവാര്യമാണ്. മതമൈത്രിയുടെ സ്നേഹഗായകൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാം. സ്നേഹത്തിന്റെ മൂർത്തിയായ പ്രവാചകനെ സാധാരണ മനുഷ്യന്റെ ചുണ്ടുകളിലേക്ക് പകർന്നു തന്ന ഈ മനുഷ്യനെ ഞാൻ ഇരുത്തി മുഖസ്തുതി പറയുകയല്ല. എനിക്ക് അദ്ദേഹം ഒരു ആരാധനാ കഥാപാത്രമാകുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചക സ്നേഹത്തിൽ നിന്നാണ്. എങ്ങനെയാണ് സ്നേഹം? അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് മറച്ചു വെച്ച് മനസ്സിനെ വിങ്ങിക്കാനുള്ള ഒന്നല്ല. അത് പ്രകടിപ്പിക്കണം, അത് ജനങ്ങളുമായി പങ്കുവെക്കണം എന്ന ആശയമാണ് അദ്ദേഹം നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെയാണ് സമദാനി സാഹിബ് മറ്റുള്ള നമ്മുടെ പൈതൃകത്തിന്റെ വേദിയിലേക്ക് അദ്ദേഹത്തിന് വെള്ളൊരുക്കിയതും ആ ആത്മീയമായ, ആ പൈതൃകമായ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹഗായകൻ എന്ന നിലക്കാണ്. ഞാൻ അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. പിന്നീട് ഈ പരിപാടി കേരളത്തിലെ ഒരുപാട് തറവാടുകളിൽ സംസ്കാരത്തിന്റെ പോറ്റിലമാണെന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ലയിലും അല്ലാതെയുമൊക്കെയുള്ള പഴയകാല തറവാടുകളാണ് ഇസ്ലാമികവും അല്ലാത്തതുമായ എല്ലാവിധ സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമായി അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു തറവാടാണ് പനമ്പുഴക്കൽ തറവാട്. ആ തറവാട്ടിലെ മഹാനായ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ, ആ തറവാട്ടിലെ ഇളമുറക്കാരൻ, അദ്ദേഹമാണ് ഞങ്ങളുടെ പബ്ലിഷർ. അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഏതും വിജയിക്കണമെങ്കിൽ മീഡിയയുടെ ശക്തമായ സാന്നിധ്യം വേണം. ഞങ്ങളുടെ ശിശുപ്രായത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹവും സപ്പോർട്ടും എന്നുവേണ്ട എല്ലാവിധ രീതിയിലും ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്ന പ്രിയപ്പെട്ട നിസാർ സയ്യിദ്, ഞങ്ങൾക്ക് വാക്കുകളിൽ അദ്ദേഹത്തിന് നന്ദി പറയാൻ കഴിയില്ല. വലിയൊരു ലോകമാണ് ഞങ്ങൾക്ക് അദ്ദേഹം. ഇന്ന് ഈ പരിപാടിയുടെ വിജയം, ഇതിന്റെ ആസൂത്രണത്തിൽ വരെ അദ്ദേഹത്തിന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. ഞങ്ങൾക്ക് ഹൃദയം തുറന്ന് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ നേരത്തെയുള്ള എന്ത് പരിപാടിയിലും വളരെ സ്നേഹത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട PV വിവേകാനന്ദ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മാഗസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മധുസൂദനൻ നായർ പങ്കെടുത്തപ്പോൾ അദ്ദേഹമായിരുന്നു ആ വേദി ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളോട് എല്ലാ നിലക്കും സഹകരിക്കുകയും ഗൾഫ് മലയാളികളുടെ ഇടയിൽ ഇംഗ്ലീഷ് കൊണ്ടും മലയാളം കൊണ്ടും നിറഞ്ഞു നിന്ന അദ്ദേഹമാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിനും എന്റെ സ്വന്തം പേരിലും ഈ ഫംഗ്ഷന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പിന്നെ ഞങ്ങളുടെ ദുബായ് IDM, നാം പറഞ്ഞല്ലോ എന്തിനും ഒരു കൂട്ടായ്മ വേണം. കൂട്ടായ്മയുടെ സൃഷ്ടിയായിട്ടാണ് എല്ലാ സംവിധാനവും നമ്മൾ ഇവിടെ പറന്നു വീഴുന്നത്. ഞങ്ങളുടെ IDM എന്ന കൂട്ടായ്മയുടെ കരുത്തുറ്റ നേതാവ് നാസറുദ്ദീൻ അൻവരി, അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണം. ഒരുപാട് ആളുകളുടെ സംവിധാനങ്ങളും സഹായങ്ങളും വേണം. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എനിക്കറിയാം പരസ്യം നിന്ന് സഹായിച്ചവർ, അതുപോലെ മറ്റുള്ള ഒരുപാട് സംഭവങ്ങൾ സഹായിച്ച ബഹുമാനപ്പെട്ട KT ബാവ, അതുപോലെ PM ഉമ്മർ സാഹിബ്, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ശക്തമായ ഇങ്ങനെ ഒരു പരിപാടി യാഥാർത്ഥ്യമായത്. അവർക്കൊക്കെയും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ നല്ലവരായ സദസ്യർ വളരെ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന നിങ്ങൾക്കും എല്ലാവിധ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുകയും ഗൾഫ് മലയാളികൾക്കിടയിൽ അങ്ങേയറ്റം നല്ല രീതിയിൽ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെയും അതുപോലെ ഡോക്യുമെന്ററികളിലൂടെയുമൊക്കെ പ്രശസ്തനായി തീർന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാവ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി അവർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. പ്രധാനമായ 2 അറിയിപ്പുകളാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന്. ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം സംസ്കാരം, പൈതൃകവും സമകാലികവും എന്നൊരു വിഷയമാണ്. സാധാരണ സമദാനി സാഹിബിന്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം
തെരഞ്ഞെടുക്കുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹം ഞങ്ങളുടെ മാഗസിനുമായി ബന്ധപ്പെട്ട് സ്വയം തെരഞ്ഞെടുത്താണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളോട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരും മൊബൈൽ സൈലന്റ് ചെയ്യണം. അത് അദ്ദേഹത്തിന് പ്രഭാഷണത്തിനെ തടസ്സം ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം സദസ്സിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും മൊബൈൽ സൈലന്റ് ഇടണം ആദ്യമായി. രണ്ടാമതായി, ആരും ഔദ്യോഗികമായ റെക്കോർഡിംഗ് അല്ലാതെ മറ്റൊരു നിലക്കും ഈ പരിപാടി റെക്കോർഡ് ചെയ്യരുത്. അത് എല്ലാ നിലക്കും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഒരിക്കലും അത് ചെയ്യരുതെന്നും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ നിലക്കും എല്ലാവർക്കും വ്യക്തിപരമായും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പനമ്പുഴക്കൽ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്നെ കേൾക്കുന്ന സഹോദര സുഹൃത്തുക്കൾക്ക് എന്റെ വിനീതമായ പൂപ്പുകൈ. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ജനാബ് അബ്ദുൽ സമദ് സമദാനി അവർകളെ, ബഹുമാന്യനായ നിസാർ സയ്യിദ് അവർകളെ, വിവേകാനന്ദൻ സാർ അവർകളെ, അതിലുപരി ഈ പരിപാടിയിൽ ശ്രവിക്കാമെന്ന നല്ലവരായ ജനങ്ങളെ, സാംസ്കാരിക പൈതൃകം മാഗസിൻ അത് നിലകൊള്ളുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള പ്രഭാഷണത്തിന് നിങ്ങൾ കാത്തിരിക്കുന്നത് ശ്രീ ജനാബ് അബ്ദുൽ സമദ് സമദാനിയുടെ പ്രഭാഷണത്തിനാണ്. ഈ മാഗസിൻ ജാതി മത ഭേദമന്യേ സർവ മതസ്ഥർക്കും സ്വീകാര്യമായ രീതിയിൽ, നല്ല രീതിയിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു മുഖപത്രമായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മാഗസിൻ തുടങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിസാർ സയ്യിദ് അവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗൾഫിലും കേരളത്തിലുമൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ അംശങ്ങളെ, അറകളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ മാധ്യമത്തിന്റെ, ഇതൊരു വലിയ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാധ്യമമൊന്നുമല്ല സാംസ്കാരിക പൈതൃകം. പക്ഷേ ആ മാധ്യമത്തിന്റെ ഈ ഒരു സാംസ്കാരിക പൈതൃകം എന്ന മാഗസിന്റെ ശക്തി, ഇതൊരു ഗൾഫിലെ ഇന്നത്തെ ഏറ്റവും വലിയൊരു എന്നുള്ളതാണ്. ഇത്ര കണ്ട് ജനങ്ങൾ പങ്കാളിത്തം കൊടുത്ത, ഇത്ര കണ്ടാളുകൾ നേതൃത്വം കൊടുത്ത, ഇത്ര കണ്ടാളുകൾ അത് അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു മാധ്യമം ഇപ്പോൾ ഇവിടെ വേറെയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.